ആത്മാർത്ഥതയില്ലാത്തതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആത്മാർത്ഥത ഉള്ളതാണെങ്കിൽ നല്ലത്, വഴങ്ങുമോ ഒരു കാര്യം? അതില്ലെങ്കിൽ ഇത് സംഘർഷം. ഒരു നിമിഷം എം സ്വരാജിന് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ടി ജി മോഹൻദാസ്, ഒരു നിമിഷം. എന്തിനാ ഇങ്ങനെ പറയുന്നത്? എനിക്ക് അദ്ദേഹത്തിന് അറിയാത്തോണ്ടാന്ന് തോന്നില്ല. ഒരു അമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുന്ന പറഞ്ഞ ആരാ? കമ്മ്യൂണിസ്റ്റുകാരാ പറഞ്ഞ്? എന്തിനാ? നിങ്ങൾക്കിത് അറിയാത്തോണ്ടാണോ? അറിയാത്തോണ്ടാണേ പഠിക്കണം. അത് പ്രായം കൂടുതലുള്ളതുകൊണ്ട് പഠിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അറിയാത്തോണ്ടാണേ പഠിക്കണം. വെറുതെ ഇങ്ങനൊന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഞാൻ വെറുതെ പ്രായത്തൊക്കെ ബഹുമാനിച്ചു കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, ഇതേ പരിപാടിയിൽ തന്നെ വേറൊരു ദിവസം തർക്കിച്ച ഒരു വിഷയമാണ്. ഞാൻ അതിന് മറുപടി പറയാം. അഭിലാഷ്, ഞാൻ അതിന് മാത്രം മറുപടി പറയാം. കെ ദാമോദരനാണ് അത് പറഞ്ഞത്. അയ്യോ എന്റെ ചേട്ടാ, നിങ്ങൾക്ക് എന്തൊരു കഷ്ടം ഇത്. കെ ദാമോദരനാണോ പറഞ്ഞത്? എവിടെ പറഞ്ഞു? സി കേശവനാണ് പറഞ്ഞത്. സി കേശവൻ ആരായിരുന്നു? CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാ? ഇപ്പോ എന്തെങ്കിലും പറയരുത്. ഇത് കേരളീയർ കേൾക്കുന്നതാണ്. ഞാൻ കരുതുന്നത് അങ്ങയുടെ പ്രസിദ്ധീകരണത്തിലാണെങ്കിലും എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെന്നാണ് എന്റെ ഒരു ധാരണ. നിങ്ങൾ സംഘടിതമായിട്ട് ഈ കളവ് പറയുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നു, മുമ്പ് ഒരു 1-2 വർഷം മുമ്പ് ഒരു ചർച്ചയിൽ മറ്റൊരു RSS നേതാവ് ഇങ്ങനെ പറയുണ്ടായി. അതുകൊണ്ടാണ് ഞാനിപ്പോ വീണ്ടും എടുത്തു ചോദിച്ചത്. സി കേശവന്റെ ലോകപ്രശസ്തമായ ഒരു പ്രയോഗം, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായ പ്രകടനം, അത് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ മാത്രം എവിടുന്ന് നിങ്ങൾക്ക് ധൈര്യം കിട്ടി കേരളത്തില്? എനിക്കതാ മനസ്സിലാവാത്തത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ആ ചർച്ച പിരിച്ചുവിട്ടു. ഈ വിഷയം ഇതേ ചർച്ചയിൽ 2 ദിവസം മുമ്പ് വന്നതുകൊണ്ടാണത്. സ്വരാജ്, ഇല്ല ഇല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. ശരി, ഞാൻ ചോദിക്കട്ടെ, ഭഗവാൻ എന്തിനാ പാറാവ് എന്ന് വിളിച്ചതാരാ? സി കേശവനാണോ ഇ കെ നയനാരാണോ? ഭഗവാൻ എന്ന് ചോദിച്ചത് ഇ കെ നയനാരാണ്. നമ്മൾ അത്തരം ചരിത്ര സന്ധികളിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതിലേക്ക് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാൻ വരുന്നു. ഭഗവാൻ എന്തിനാ പാറാവ് എന്ന് ചോദിച്ചതാണോ പറയുന്നത്? ഭഗവാൻ എന്തിനാ പാറാവ് എന്ന് ചോദിച്ചതാണോ പറയുന്നത്? നമ്മൾ ആദ്യത്തെ വിഷയം താങ്കൾ വിട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. രണ്ടാമത്തെ വിഷയം ഞാൻ ചോദിക്കട്ടെ, അതിൽ ഒരു സാമാന്യ യുക്തി വെച്ച് ചിന്തിച്ചാൽ ഭഗവാന് മാത്രമല്ല, ഈ ദൈവത്തിന് അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? സ്വരാജ് ക്ഷോഭിക്കുന്നതുകൊണ്ട് ഞാൻ ആ വിഷയം വിട്ടതാണ്. ഞാൻ ക്ഷോഭിക്കുന്നില്ല. ഞാൻ അങ്ങയുടെ അസാധാരണവും അവിശ്വസനീയവുമായ ഒരു ചരിത്ര നിഷേധത്തെ കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ക്ഷോഭിക്കുന്നില്ല. ഞാൻ താങ്കളോട് വളരെ വിനയത്തോടുകൂടി ചോദിക്കുന്നു, ഒരു ക്ഷേത്രം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞത് ആരാണ്? അതാണ് ചോദ്യം. ഈ കേരളം കേൾക്കട്ടെ, ഒന്ന് പറ. കെ ദാമോദരൻ. ശരി, കെ ദാമോദരൻ. എന്നിൽ നിന്ന് കേൾക്കൂ സ്വരാജ്, അത് കെ ദാമോദരൻ. ഒന്നും പറയാനില്ല. ഇല്ല, ഏതായാലും എന്റെ അറിവിൽ സി കേശവനാണ്. NMPS ഞാൻ പറയുന്നുണ്ട്. ശ്രീ